പലവട്ടം പിന്നെയും മാവു പൂത്തു, പുഴയിലാ പൂക്കൾ വീണൊഴുകിപ്പോയി. പകൽ വർഷരാത്രി തന്മിഴി തുടച്ചു, പിരിയാത്ത നിഴലു നീ എന്നറിഞ്ഞു, പിരിയാത്ത നിഴലു നീ എന്നറിഞ്ഞു. മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം, തൊടിയിലെ തൈമാവിൻ ചൂട്ടിൽ ഒരു കൊച്ചു കാറ്റേറ്റ് വീണ തേന്മാമ്പഴം ഒരുമിച്ചു പങ്കിട്ട കാലം, ഒരുമിച്ചു പങ്കിട്ട ബാല്യകാലം. നമ്മുടെ SB ചലഞ്ചസിന്റെ നാട്ടിലെ താരം എന്ന പരിപാടിയിൽ ഇന്നത്തെ നമ്മുടെ അതിഥി റിട്ടയേർഡ് പട്ടാളക്കാരനും നാട്ടിലെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ നിറസാന്നിധ്യമായി നിൽക്കുന്ന ഒരു കലാകാരൻ കൂടിയായിട്ടുള്ള മാങ്കാങ്കുഴി സ്വദേശി സാന്ദ്രൻ ചേട്ടനാണ്. അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. സാന്ദ്രൻ ചേട്ടാ, ഹലോ, നമസ്തേ. നമസ്തേ. സുഖം തന്നെ. എന്തുകൊണ്ട് വിശേഷം? അപ്പൊ നമ്മുടെ ചാനൽ കാണാറുണ്ടല്ലോ? ഉണ്ട്, എനിക്കറിയാം. ചേട്ടൻ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ താരം സാന്ദ്രൻ ചേട്ടനാ. അപ്പൊ സാന്ദ്രൻ ചേട്ടനെ കൊണ്ട് ഒരു പാട്ട് പാടിക്കാം എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും. അപ്പം പിന്നെ എന്താ ചേട്ടൻ എന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തണമല്ലോ. അപ്പൊ എന്ത് ചെയ്യുന്നു? പട്ടാളക്കാരൻ, റിട്ടയേർഡ് പട്ടാളക്കാരനാണ്, മിലിറ്ററിയിലായിരുന്നു, അതൊക്കെ എനിക്കറിയാം. എന്നാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും പരിചയപ്പെടണമല്ലോ. അത് നാട്ടില് ചെറുപ്പത്തില് ഇവിടുത്തെ കായിക താരത്തെ, നമ്മുടെ പഞ്ചായത്തിന്റെ കായിക താരമായിരുന്നു. അത് കഴിഞ്ഞ് കോളേജിൽ പോയി, യൂണിവേഴ്സിറ്റിയിൽ വോളിബോൾ താരമായിരുന്നു. അവിടുന്ന് പിന്നെ സ്വിമ്മറായി. ഈ അപ്പുറത്തെ എൻ്റെ വീടിനോട് ചേർന്നൊരു വലിയ കുളമുണ്ട്, ആ കുളത്തിൽ നീന്തിയാണ് നീന്തൽ താരമായത്. പിന്നെ പട്ടാളത്തിൽ കയറി 24 വർഷം സർവീസ് ചെയ്തു. അതിനുശേഷം ഇവിടെ വന്ന് പോലീസിൽ ചേർന്നു. അവിടുന്ന് പോലീസിൽ നിന്ന് റിട്ടയർഡായി. പിന്നെ ഇപ്പൊ പൊതുപ്രവർത്തനം, സുനിൽജിയുടെ കൂടെയൊക്കെ ഞാൻ പല വിഷയങ്ങളിൽ ബന്ധപ്പെട്ട് നമ്മുടെ പഞ്ചായത്ത് മേളയുടെ ഒരു സാന്നിധ്യമായിരുന്നു. എല്ലാ പഞ്ചായത്ത് മേളയും ഏറ്റവും ഭംഗിയായി അത് നടത്തുന്നതിൽ സംഘാടകൻ എന്ന നിലയിൽ ഏറ്റവും മികച്ച പ്രകടനം നമുക്ക് ഞാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് 5 കൊല്ലവും പഞ്ചായത്ത് മേള എന്റെ ഇതിലുള്ളതായിരുന്നു. അപ്പൊ ആ സമയങ്ങളിലൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മളോട് സഹകരിച്ച ഒരാളാണ്. സഹകരിച്ച ഒരു 5-6 പേരുണ്ട്, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട. വലിയ സന്തോഷം. സുനിൽജിയുടെ പ്രസൻസ് അത് യുവജനങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ വളരെ ഉപകാരപ്രദമാകുന്ന രീതിയിൽ അദ്ദേഹം ഭരിക്കുന്ന സമയത്ത് അത് ചെയ്തു. അതിനെ എന്നെ കൂടെ കൂട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇവിടുത്തെ ചെറുപ്പക്കാരുടെ ഭാവിയെ കുറിച്ച് ഒത്തിരി ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. അന്ന് എനിക്ക് തോന്നിയതാണ്, എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു. അപ്പൊ ഏത് പാട്ടാ പാടുന്നത്? ഞാന് CBI ഡയറി ഗ്രൂപ്പിലെ മഴ പെയ്തു മാനം തെളിഞ്ഞു. മഴ പെയ്തോ, സൂപ്പർ കവിതയാണ്, പാട്ടല്ല, ശരിക്കും സൂപ്പർ കവിതയാണ്. ഉഗ്രം പാട്ട് സോങ് ആണ് അത്. അപ്പൊ ശരി, എന്നാ തുടങ്ങാം. ഓക്കെ. മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം, മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം, തൊടിയിലെ തൈമാവിൻ ചോട്ടിൽ ഒരു കൊച്ചു കാറ്റേറ്റ് വീണ തേന്മാമ്പഴം ഒരുമിച്ചു പങ്കിട്ട കാലം, ഒരുമിച്ചു പങ്കിട്ട ബാല്യകാലം. മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം, പലവട്ടം പിന്നെയും മാവു പൂത്തു, പുഴയിലാ പൂക്കൾ വീണൊഴുകിപ്പോയി. പകൽ വർഷരാത്രി തന്മിഴി തുടച്ചു, പിരിയാത്ത നിഴലു നീ എന്നറിഞ്ഞു, പിരിയാത്ത നിഴലു നീ എന്നറിഞ്ഞു. മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം, തൊടിയിലെ തൈമാവിൻ ചൂട്ടിൽ
ഒരു കൊച്ചു കാറ്റേറ്റ് വീണ തേന്മാമ്പഴം ഒരുമിച്ചു പങ്കിട്ട കാലം, ഒരുമിച്ചു പങ്കിട്ട ബാല്യകാലം. എരിവേനലിൽ ഇളം കാറ്റുപോലെ, കുളിർവേളയിൽ ഇളവെയിലു പോലെ, എല്ലാം മറന്നെനിക്കെന്നുമുറങ്ങാൻ നീ തന്നു മനസ്സിന്റെ തൊട്ടിൽ പോലും, നീ തന്നു മനസ്സിന്റെ തൊട്ടിൽ പോലും. മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം, തൊടിയിലെ തൈമാവിൻ ചോട്ടിൽ, ഒരു കൊച്ചു കാറ്റേറ്റ് വീണ തേന്മാമ്പഴം ഒരുമിച്ചു പങ്കിട്ട കാലം, ഒരുമിച്ചു പങ്കിട്ട ബാല്യകാലം, ഒരുമിച്ചു പങ്കിട്ട ബാല്യകാലം. സാന്ദ്രൻ ചേട്ടാ, ഓ, അടിപൊളി പാട്ടായിരുന്നു. താങ്ക് യു. ശരിക്കും സൂപ്പർ പാട്ടായിരുന്നു. നല്ല ആ ഒരു ഫീലിംഗ്, നല്ല ഫീലിംഗ് ഉണ്ടായിരുന്നു. ഹൃദയത്തിൽ ടച്ച് ചെയ്ത പാട്ടാണ്. ഉഗ്രം പാട്ടായിരുന്നു. അപ്പം നന്നായി പാടി. അപ്പൊ നമ്മുടെ ചാനൽ പരമാവധി സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും. നമ്മുടെ ഈ നാട്ടിലെ താരം എന്ന പരിപാടിയിലൂടെ നമ്മൾ നിരവധി കലാകാരന്മാരെ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പം പരമാവധി നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ലൈക്ക് അടിക്കുകയും ഒക്കെ ചെയ്യുക. അപ്പം ചേട്ടന് നല്ലൊരു ചെറിയ സമ്മാനം ചാനലിന്റെ വക, അത് എല്ലാവർക്കും ഇങ്ങനെ നമ്മൾ പാടുമ്പോൾ ഒരു സന്തോഷത്തിന്, വലിയ സമ്മാനമല്ല, ചെറിയൊരു സമ്മാനം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ സന്തോഷം, നന്നായി പാടി. ഓക്കെ, ഒത്തിരി സന്തോഷമുണ്ട്. വീണ്ടും കാണാം. ഒരുപാട് നന്ദി.